നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. നമ്മൾ പലപ്പോഴും മുഖത്തോ ദേഹത്തോ ഒക്കെ വെള്ള കളറിൽ എന്തെങ്കിലും ഒരു പാട് കണ്ടു കഴിഞ്ഞാൽ പേടിയാണ്. ഇത് വെള്ളപ്പാണ്ടാണോ വിറ്റ്ലിഗോ ആണോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാര്യം മാത്രമല്ല, പല കാരണങ്ങൾ കൊണ്ട് വെള്ളപ്പാട് വരാം. നമുക്ക് ആദ്യത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ട് വരാം. അതായത് വൈറ്റമിൻ B12, സിങ്ക്, അതുപോലെ തന്നെ അയൺ, ഇതൊക്കെ കുറയുന്ന സമയത്ത് നമുക്കിതേപോലെ വെള്ളപ്പാടുകൾ വരാറുണ്ട്. അതാണ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അമിതമായിട്ട് വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ നമ്മുടെ മെലാനോസൈറ്റ്സ് ഡാമേജ് ആയിട്ട് വെയിൽ കൊള്ളുന്ന സമയത്ത് അറിയില്ല, അതിനുശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ വട്ടത്തിന് വെള്ളപ്പാടായിട്ട് വരാറുണ്ട്. അത് കുറച്ച് ദിവസം നിൽക്കാറുമുണ്ട്. ഇനി അടുത്തൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ, അതായത് ഇപ്പോൾ നമ്മൾ തേമൽ എന്നൊക്കെ പറയുമല്ലോ, പിറ്റീരിയാസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ, ടീനിയ, അങ്ങനത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ശരീരത്ത് വട്ടത്തിലോ അല്ലെങ്കിൽ പല പല രീതിയിൽ മാപ്പ് ചെയ്ത് അങ്ങനെ പാടുകൾ വരും. ഇത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്, ഫംഗൽ അറ്റാക്കാണ്. കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ മാലസിസിയൊക്കെ നല്ല രീതിയിൽ കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് ചികിത്സിക്കുക തന്നെ വേണം. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ കോസ്മെറ്റിക്സിൻ്റെ അലർജി കൊണ്ടും വരാം. ഇനി ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്.